ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം എസ് എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഇനി യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാലൊക്കെ കാണുന്നതാണ് ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് എപ്പോഴാണ് തുടങ്ങുന്നത്. അതായത് മത്സര പരീക്ഷകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷിന് മാത്രമായുള്ള ഒരു ബാച്ച് ലഭ്യമാണോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയാണ്, അനൗൺസ്മെന്റ് ആണ്, ബിഗ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ബാച്ചുമായി നമ്മളിതാ വരുന്നു. സൈലം SSC ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളിപ്പോൾ ഇനി SSC ആസ്പിരൻ്റ് ആണെങ്കിൽ SSCയുടെ CGL, CHSL, MTS, GD, CPO പോലെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ സ്റ്റെനോ പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ശരി, ഇനിയിപ്പോൾ റെയിൽവേക്ക് ഓൾറെഡി കോഴ്സ് എടുത്തു, റെയിൽവേയുടെ കോഴ്സ് എടുത്ത് NTPC അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് ഓൾറെഡി എടുത്തു, പക്ഷേ അതിനകത്ത് ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് SSC എഴുതാൻ പറ്റാതെ ഖേദിക്കുന്നവർ, ഇങ്ങനത്തെ ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ടുള്ള കോഴ്സായിരിക്കും നമ്മുടെ സൈലം SSC ഒരുക്കുന്ന ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ബാച്ച്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. SSCയുടെ കാര്യമാണെങ്കിൽ നമ്മുടെ വെൻഡർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. TCS മാറിയിട്ട് എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ടീമാണ്. അവരാണ് ഇപ്പോൾ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ മാറ്റം കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ ആ ഒരു മാറ്റം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം പഠിക്കണ്ട, ഏതെല്ലാം സെക്ഷനിൽ ഒന്നുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങളെ അറിയണം, ഇതൊക്കെ നമുക്കൊരു മെന്റർഷിപ്പും ഗൈഡൻസും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. അപ്പോൾ ഒട്ടും ഇനി ചിന്തിച്ച് നിൽക്കാനുള്ള സമയമില്ല. എക്സാംസ് 1 by 1 ആയിട്ട് 2026 ദേ വരാനിരിക്കുകയാണ്. CGL മെയിൻസ് എക്സാം ദേ അപ്രോച്ചിങ് ആണ്. അതുപോലെ തന്നെ മറ്റ് എക്സാംസ് എല്ലാം, കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ 2026 എക്സാംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നത്, ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ബാച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ഇനി വേണ്ട. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ബാച്ച്. ഇംഗ്ലീഷ് ബാച്ച് എപ്പോൾ തുടങ്ങുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോ. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. 100-ലധികം ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്കായി ലഭിക്കുന്നത്. എത്രയാണ്? 100-ലധികം ലൈവ് ക്ലാസ്സസ്. അതായത് പെർ വീക്ക്, അതായത് വീക്ക്ലി 3 to 4 hours, അതായത് 3 മുതൽ 4 മണിക്കൂർ വരെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും വീക്ക്ലി നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ 100-ലധികം ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ടോട്ടൽ. അപ്പൊ നമ്മൾ പഠിക്കുക മാത്രമല്ല, പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം, ആൻഡ് പ്രാക്ടീസും ചെയ്യണം. എങ്കിലേ നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുള്ളൂ, ഒരു എന്താ പറയുക, ഇംഗ്ലീഷിൽ കുറച്ചൊന്ന് ലെവൽ അപ്പ് ആവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ പഠിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യമാണ്. ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയുടെ മാത്രം പ്രത്യേകതയാണെന്ത്, നമ്മുടെ നിത്യജീവിതത്തിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്നുള്ളത്. അതായത് പരീക്ഷയ്ക്ക് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കും ഇംഗ്ലീഷ് ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപകാരമുള്ള സാധനമാണ്. ആൻഡ് നമ്മൾ ഒരുപാട് വേർഡുകൾ മിസ്പ്രൊനൗൺസ് ചെയ്യാറുണ്ട്, ആൻഡ് ഗ്രാമർ ഇൻകറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടാക്കിൾ ചെയ്യണം. നമ്മൾ ശരിയായിട്ടുള്ള രീതി, മെത്തഡ് പഠിക്കണം, പ്രാക്ടീസും ചെയ്യണം. ഇതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ജനറലി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം, ഗ്രാമർ റൂൾസും ആൻഡ് വൊക്കാബുലറിയും കോംപ്രിഹെൻഷനും ബെറ്റർ ആക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് കോംപ്രിഹെൻഷൻ, ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന മേഖല കുറച്ചൊന്ന് ടഫ് ആക്കിയിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട് ഉള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം, ടാക്കിൾ ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളത് ഈ ബാച്ചിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ 100-ലധികം ലൈവ് ക്ലാസ്സസ് ആണ് വീക്ക്ലി 3 മുതൽ 4 മണിക്കൂർ വരെ. നോ യുവർ എഡ്യൂക്കേറ്റർ ഞാൻ തന്നെയായിരിക്കും ഇംഗ്ലീഷ് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട, ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് കോഴ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഓൾറെഡി അറിയുന്നതാണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി എന്നുള്ള രീതിയിലും പിന്നെ ലൈവ് റെക്കോർഡഡ് ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കോഴ്സ് ഫീച്ചേഴ്സ് അറിയുന്നതാണ്. ക്ലാസ് നോട്ട്സ് PDF ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ളതും നമ്മുടെ ആപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു സൈലം പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. പിന്നെ ഈ വർക്ക്ഔട്ട് സെഷൻസും ടൈം മാനേജ്മെന്റ് പ്രാക്ടീസും ഒക്കെ ഇംഗ്ലീഷിന്റെ കാര്യത്തിലും, കാരണം കോംപ്രിഹെൻഷനൊക്കെ വല്ലാതെ സമയം എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു മേഖലയാണ്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് അല്ലാത്ത ബാക്കി സബ്ജക്ട്സ് ചെയ്യാനുള്ള, വർക്ക്ഔട്ട് ചെയ്യാനോ സോൾവ് ചെയ്യാനോ ഉള്ള സമയം നമുക്ക് കിട്ടൂല. അപ്പോൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിലെ സമയം അപഹരിക്കുന്ന മേഖലകൾ എങ്ങനെ ചെയ്യണം, എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം,
അതൊക്കെ നമ്മൾ ബാച്ചിൽ പറയുന്നതായിരിക്കും. പിന്നെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ആണെങ്കിൽ റെഗുലർ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു ടെസ്റ്റ് സീരീസ്, അതായത് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്ത് പോകണം. അല്ലാതെ പഠിക്കുന്നുണ്ട് പക്ഷെ ടെസ്റ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ യാതൊരു എഫക്റ്റും അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കോഴ്സിന്റെ ഭാഗമാണ്. പിന്നെ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും യാതൊരു ആശങ്കയും വേണ്ട. മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത കാര്യം എന്നുള്ളത് എത്രയാണ് ഫീസ്, ഞങ്ങൾക്ക് താങ്ങാവുന്നതായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതാവുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു കാര്യം അറിയാനാണെന്ന് എനിക്കറിയാം. യെസ്, ജസ്റ്റ് എന്താണ് 1299 രൂപ എന്നുള്ളതാണ് അല്ലേ, 1299 എന്നുള്ളതാ ഒരു റീസണബിൾ ആയിട്ടുള്ള, അങ്ങനെ വേണം പറയാനായിട്ട്, റീസണബിൾ ആണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതും ആയിക്കോട്ടെ അതിനെല്ലാം, ഏതെന്ന് ഞാൻ പറയുന്നില്ല, മത്സര പരീക്ഷകൾ ഇംഗ്ലീഷിലുള്ള ഏത് മത്സര പരീക്ഷയാണെങ്കിലും, CDS ആണെങ്കിലും NDAയുടെ പരീക്ഷയാണെങ്കിലും ശരി, മറ്റേത് പരീക്ഷയാണെങ്കിലും ശരി, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുത്താൽ അതിനെല്ലാം ഉപകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൊക്കാബുലറിയും എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡെയിലി നിത്യ ജീവിതത്തിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ 1299 രൂപയാണ്. 2000 എന്നുള്ളതിൽ നിന്ന് കുറച്ചിട്ട് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് 1299. അപ്പോൾ ഇനിയും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഒരു ഡിസ്കൗണ്ട് തന്നു. മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് ഈ ഒരു വീക്കിലായിട്ട്. ഉടൻ ചേരുന്നവരാണെങ്കിൽ 15% ഡിസ്കൗണ്ട് അതിനകത്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിസ്കൗണ്ട് ചെറിയ രീതിയിൽ അതും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഉടൻ തന്നെ ബാച്ചിൽ അംഗമാവുക. നമുക്ക് ബാച്ചിൽ നമ്മുടെ ക്ലാസ്സിൽ വെച്ച് കാണാം. ഇനി ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ് മക്കളെ. ഉടൻ തന്നെ ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ.